ഹായ് ഫ്രണ്ട്സ്, ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം മാറിപ്പോയിരുന്ന നമ്മുടെ പതിവ് ചര്യകളെല്ലാം ദിനചര്യകളായി കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒരുപാട് ദിവസം ഒന്നും ചെയ്യാതെ വീട്ടിൽ റെസ്റ്റ് മാത്രമായി ഇട്ടിരുന്ന ഞാനാണ് ഇപ്പം കുറേശ്ശെയൊക്കെ നമ്മളുടെ പഴയ ഒരു സ്റ്റൈലിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇടിയപ്പമായിരുന്നു. അപ്പം ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് നമ്മൾ അരിയെല്ലാം കഴുകിയിട്ട് തിളപ്പിച്ച അരി നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചാണ് ഇപ്പോൾ നമ്മൾ ചോറ് വെക്കുന്നത്. പിന്നെ പണ്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് മരുന്നൊക്കെ ഉണ്ട് ഒരുപാട് കഴിക്കാനൊക്കെ ആയിട്ട്, ആയുർവേദത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആഹാരത്തിന് മുമ്പ് കുറച്ച് കഷായം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നോക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് എനിക്ക് വേദനയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന കാര്യങ്ങളെന്നില്ല, നമ്മളുടെ രാവിലത്തെ ആ ഒരു ധൃതിയിലെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ അങ്ങ് പോകും കേട്ടോ. ജോലികളെല്ലാം ഒരേപോലെ അങ്ങ് പോകും. കാരണം രാവിലെ നമ്മളെപ്പോഴും കുറച്ച് ബിസി ആയിരിക്കും. നിരഞ്ജനയുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞു. നിരഞ്ജന ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായി അനിയൻ്റെ കൂടെ പരവൂർ കോടതിയിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോകണം, വൈകുന്നേരമേ വരത്തുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും ബിസിയിലാണ് ഇപ്പോൾ. അപ്പം രാവിലെ ചോറ് കറികളെല്ലാം നമ്മൾ രാവിലെ അതുകൊണ്ട് ശരിയാക്കും. പിന്നെ റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ ദിവസം തൂത്തുക്കുടിയിലായിരുന്നു. 14 ദിവസം തൂത്തുക്കുടിയിൽ വെറുതെ റെസ്റ്റായിട്ട് തന്നെ നിന്നു, ഒന്നും ജോലിയൊന്നും ചെയ്യാതെ നല്ലതുപോലെ നിന്നു. അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്, വേദനയൊക്കെ നല്ല കുറവുണ്ട്. അപ്പം അത് തന്നെ നമുക്കങ്ങ് പിന്തുടർന്ന് പോകാമെന്ന് വിചാരിക്കുന്ന, ഒരുപാട് ഹെവി ജോലികളൊന്നും ചെയ്യാതെ ഇതുപോലെയൊക്കെയുള്ള ഉഡായിപ്പ് ജോലികളൊക്കെ ചെയ്ത് മുന്നേറാമെന്നാണ് കരുതുന്നത്. അസുഖത്തിൻ്റെ പേരിൽ തന്നെ കുറച്ച് നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും കടന്നു വന്നു. ഒരിക്കലും ഇനി പഴയതുപോലെ ആവില്ലെന്നും പഴയതുപോലെ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഒരു ഫീലിങ്സാണ് നമുക്കുണ്ടാകുന്നത്. അപ്പം ഇപ്പോൾ എന്തായാലും അത് ഇച്ചിരി കുറഞ്ഞു വരുന്നുണ്ട്. അസുഖം കുറയുന്നതനുസരിച്ച് അത് മാറി വരും. അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. അപ്പം അതൊക്കെ കൊണ്ട് വീണ്ടും ഞാൻ സ്കൂളുകളിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സെയിൽസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും ഇടാനായിട്ട് ഇപ്പം ഒരുപാട് സമയങ്ങളൊക്കെ നല്ല കുറവാണ്. അപ്പം സെയിലിൻ്റെ വീഡിയോകൾ മാത്രം ഇടുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുമായിട്ട് ഉള്ള ഒരു ഇൻട്രാക്ഷൻ കുറവുള്ളത് പോലെ തോന്നുന്നത് കൊണ്ട് ഇനിയിപ്പം റെഗുലറായിട്ട് വീഡിയോകളൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം യൂട്യൂബ് വഴി നമുക്ക് പ്രത്യേകിച്ചൊരു ലാഭം ഒന്നും കിട്ടുന്നില്ല എങ്കിലും നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയൊരു സ്ട്രെങ്താണ് കേട്ടോ നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഒരു ശക്തിയാണ് കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. അപ്പം ഇനിയുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം ഏകദേശം തട്ടിമുട്ടിയും ഒരുമാതിരിയൊക്കെയായി. ഇനി നമുക്ക് അവന്മാർക്ക് ചോറ് വെക്കണം, നമ്മുടെ എടാപ്പോടായ്ക്കും ചിക്കനും കൂട്ടിക്കും കേട്ടോ. അപ്പം അതും ഇതിൻ്റെ കൂടെ ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. കാരണം പുറത്തിപ്പം മഴയൊക്കെ ആയതിനാലും നമുക്ക് പുറത്തിട്ട് വെക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറേശ്ശേ ഞാൻ വെക്കാറുള്ളൂ. അപ്പം അത് ഇങ്ങനെ ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ അവന്മാരുടെ ചോറെല്ലാം ശരിയായി. നമ്മൾ മീനും അരിയും പിന്നെ മുളകും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടാണ് കേട്ടോ, ഒന്നിച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അത് ശരിയായി. അപ്പം ഒന്ന് ജോലിയെല്ലാം ഒതുങ്ങിയതിന് ശേഷം നമുക്ക് ഇടയ്ക്കും പോടായ്ക്കൊക്കെ ചോറ് കൊടുക്കണം. രാവിലെ അഴിച്ചു കെട്ടിയൊക്കെ വേണം. അപ്പോൾ അവന്മാരത് ഇങ്ങനെ കൂട്ടിലിട്ടാണ് കേട്ടോ നിർത്തിയേക്കുന്നത്. അപ്പം അവന്മാർക്കുള്ള ചോറും ഒക്കെ ആയിട്ട് അവന്മാർക്ക് ഞാൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവന്മാർക്ക് ചോറ് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് അവന്മാരെ ചങ്ങലയിലേക്ക് കെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അവന്മാർ വൈകുന്നേരം വരെ അവിടെ നിന്നോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ലാതെ. നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കൂടെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി ഞാൻ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ചോറ് വടിക്കുന്നത്. അപ്പം അതിനായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നിരഞ്ജനയ്ക്ക് നമുക്ക് ചോറിടാറായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു മുട്ട കൂടി പൊരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചമ്മന്തിയും മുട്ടയൊക്കെയാണ് കേട്ടോ മിക്കവാറൊക്കെ കൊണ്ടുപോകുന്നത്. ചില ദിവസം മീനൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പം ചോറങ്ങിട്ട് വയ്ക്കാമെന്ന് കരുതി. കാരണം നിരഞ്ജന കടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം കട അടച്ചിട്ട് ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ നിരഞ്ജന വരും. അങ്ങനെ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഇന്നത്തെ നിരഞ്ജനയുടെ ഊണിനുള്ളത്. അതിനുശേഷം നമുക്ക്
എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ചെയ്തതല്ലേ ജോലിയെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കാലിനൊക്കെ ഒന്ന് എക്സസൈസ് കൊടുത്ത് ഒന്ന് കിടക്കാമെന്ന് കരുതി ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് കിടന്നു. പണ്ട് ഇങ്ങനെയൊന്നും തോന്നത്തില്ല കേട്ടോ, നമ്മളെല്ലാ ജോലിയും ചെയ്യാമെന്നങ്ങ് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ ഇച്ചിരി റെസ്റ്റ് കൊടുക്കുന്നുണ്ട് ശരീരത്തിന് കേട്ടോ. കിടക്കരുത്, എനിക്ക് എക്സസൈസ് ചെയ്യണം. എടി മണ്ടു ഒന്ന് സമാധാനം എക്സസൈസ് ചെയ്യട്ടെ. കാരണം എനിക്ക് എക്സസൈസ് നീ കിടന്നോ, കിടന്നോ. ഒരു കാല് പൊക്കി, ഇരുകാല് പൊക്കി, ഒരു കാല് പൊക്കി. അങ്ങനെ ഞങ്ങളെ കൂട്ടിയും കൂടെ കേട്ടോ എക്സർസൈസ് ചെയ്യാൻ നേരത്ത് ഞങ്ങളെ കൂടെയൊക്കെ കയറി കിടക്കും കേട്ടോ. കൂട്ടി സ്ഥിരമായിട്ട് ഞങ്ങളെ കൂടെ ആയിട്ടോ കിടന്ന് ഉറങ്ങുന്നത് തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അല്ലാതെ ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഇടിയപ്പത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിരഞ്ജനയ്ക്ക് ഉരുളക്കിഴങ്ങ് കറിയെക്കാട്ടും ഇഷ്ടം ചിക്കൻ കറിയാണ്. അപ്പം അതൊന്ന് ചൂടാക്കാനാന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് വീട്ടുകാർ ഒരു 10-20 മുട്ട ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20 മുട്ട ഞാൻ എടുത്ത് അടുക്കി അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊടുത്തു, മതിൽ വഴി കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം അമ്മയ്ക്ക് ഉരുളക്കിഴങ്ങ് കറി ഇടിയപ്പമാണ്. അപ്പം ബാക്കി എല്ലാവരും ഇച്ചിരി ചിക്കൻ കറിയും ഉരുളക്കിഴങ്ങ് കറിയും ഒക്കെ മിക്സ് ചെയ്താണ് ഏറ്റെടുത്ത് കഴിച്ചത്. പിന്നെ എൻ്റെ മുടിയെല്ലാം ഒരുപാട് നാളായിരുന്നു കേട്ടോ, ഡൈ ഒക്കെ അടിച്ചിട്ട് നല്ല വെളുത്തും നരയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് ഡൈ ഒക്കെ അടിച്ചിട്ട് ഇന്ന് സ്കൂളുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ളായിട്ടൊന്നും അടിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര മെനക്കേടാണ് കേട്ടോ. ഞാൻ ആ ഫ്രണ്ടിൽ കാണുന്ന മുടിയിൽ നര മാത്രമാണ് അടിക്കുന്നത്. അത് തന്നെ കുറേ ഉണ്ട്, ഏകദേശം ഒരു ബോട്ടിൽ അത് തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പം ഇനി നമുക്ക് ഒരുങ്ങി സ്കൂളിലേക്ക് പോകണം എന്ന് വെച്ചിട്ട് നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പരീക്ഷകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ സ്കൂളുകളിൽ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളുടെ മുട്ടിൻ്റെ നീ ക്യാപ്പും മുതുലിടുന്ന ബെൽറ്റും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി, അപ്പം സമയം ആവാറായിട്ടുണ്ട്, സ്പീഡിലങ്ങ് ഒരുങ്ങി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യത്തെ 2-3 ദിവസം ഞാൻ സ്കൂട്ടറിലാണ് കേട്ടോ പോയത്. അപ്പോഴത്തേക്കും എനിക്ക് നടുവേദന കുറച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം കഴിവതും ഞാൻ കാറിൽ അങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാറിൽ പോകുമ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ NHും കാര്യങ്ങളും എല്ലാം ഇളക്കി ഒരു പരുവമായിട്ടാണ് ഇട്ടേക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഭയങ്കര കെട്ടറൊന്നും ഇപ്പം താങ്ങാക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സ്കൂട്ടർ കഴിവതും നിർത്തിയിട്ട് കാറിലാക്കി കേട്ടോ. അപ്പം കാറിൽ പോകുമ്പോൾ നമുക്ക് ഈ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ് പോകുന്നത്. കാരണം നമുക്ക് അതിനു വേണ്ടിയുള്ള സെയിലൊന്നും നടക്കത്തില്ല ചിലപ്പോൾ. എങ്കിലും ഇപ്പോൾ ആരോഗ്യമാണ് മുൻപിൽ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെയും സ്കൂളിലെത്തിയിട്ട് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ സാധനങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെ പോയാലും ഏകദേശമൊക്കെ വരുമ്പോൾ 2:30-3 മണിയൊക്കെ അടുപ്പിച്ചാവും കേട്ടോ. ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദൂരേക്കാണെങ്കിലും ഒക്കെ അപ്പോഴത്തേക്കും എൻ്റെ പിള്ളേർക്കൊക്കെ അങ്ങ് വിശന്ന് കിടന്ന് നിലവിളിക്കുകയായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ അവന്മാരെല്ലാം കിടന്ന് കുരയ്ക്കാൻ തുടങ്ങും കേട്ടോ. ഭയങ്കര കുരയാട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവന്മാർക്കൊക്കെ വിശക്കുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്മാർക്ക് ചോറൊക്കെ ഇട്ട് അവന്മാർക്ക് ചോറെല്ലാം കൊടുത്തു കേട്ടോ. അവന്മാർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ചിക്കുവിനും കൂട്ടിക്കും ചോറ് കൊടുത്തു. അപ്പം അതിനുശേഷം നമ്മളെ കടയിൽ ഒരുത്തനും കൂടെ ചിലപ്പോൾ ഒക്കെ നമ്മുടെ വരാറുണ്ട് കേട്ടോ, മണിക്കൂട്ടൻ എന്ന് പറയും. ചിലപ്പോൾ അവനും കൂടെ കാണും. ഇന്ന് പക്ഷേ അവനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം എനിക്കും അമ്മയ്ക്കും ചോറ് വിളമ്പിയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് മാങ്ങയിട്ട മീൻകറിയായിരുന്നു കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക വിഴുക്കുരട്ടിയും പിന്നെ നമുക്ക് തലേ ദിവസത്തെ മാങ്ങാ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ച് ചീനി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമാണ് ചീനി. അങ്ങനെ അത് പുഴുങ്ങാനായിട്ട് വെച്ചു. ഒപ്പം തലേന്ന് വെച്ച ചിക്കനിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് അരപ്പ് പുരട്ടി ഒന്ന് വറുക്കാനായിട്ട് വെച്ചു, നെഞ്ചൂസിന് കൊടുക്കാനായിട്ട്. നെഞ്ചൂസ് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം അവൾക്ക് കൊടുക്കാൻ ഞാൻ ബ്രെഡും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീനിയൊക്കെ പുഴുങ്ങി ഇച്ചിരി ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ചീനിയും ചമ്മന്തിയും കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഓർഡറാക്കിയൊക്കെ വെക്കുകയാണ്. ഗോൾഡ് കവറിങ്ങിൻ്റെ സാധനങ്ങളാണ്. ജ്യൂസും കുടിച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നു കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.